ഞാൻ ഏറ്റവും കൂടുതൽ നിരാശയോടുകൂടി കാണുന്ന ഒരു തിരഞ്ഞെടുപ്പ് വടകര തിരഞ്ഞെടുപ്പാണ്. വടകര തെരഞ്ഞെടുപ്പിന്റെ സംഭാവന എന്ന് പറയുന്നത് വിദ്വേഷ രാഷ്ട്രീയം വലിയ തോതിൽ പയറ്റിത്തെളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിൻ്റെ തനിയാവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് വലിയ നിരാശയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോൾ വടകര അന്ന് കത്തിപ്പിടിച്ചതുപോലെ പേരാമ്പ്ര ഇന്ന് കത്തിപ്പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ട്, വളരെ വ്യക്തിപരമായി. കാരണം നോക്കിപ്പം TP രാമകൃഷ്ണനെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാത്തിമ തഹലിയക്കെതിരെ 3 പരാതികൾ ഉണ്ടാകുന്നുണ്ട്. 3 പരാതികളിലും കൂടിയായി അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? കൗമിൻ്റെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ലീഗ് വോട്ട് പിടിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മൾ എവിടെ നിന്നാണ് അറിയുന്നത്? ആ അനൗൺസ്മെൻറ്റ് വാഹനം ത്തിൽ LDFിൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ അങ്ങനെ ഒരു പ്രചാരണം നടന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. അതായത് ലീഗ് അങ്ങനെ ഒരു വോട്ട് പിടിക്കുന്നു എന്നൊരു തെരഞ്ഞെടുപ്പ് പരാതി ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ഈ അനൗൺസ്മെൻറ്റ് വാഹനം കടന്നു പോകുമ്പോൾ അതിന് പിന്നാലെ വന്ന ഒരു UDF പ്രവർത്തകൻ അതിൻ്റെ വീഡിയോ പങ്കുവെക്കുകയും ലീഗ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ദുർപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞ് അത് വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രചാരണം ലീഗ് നടക്കുന്നു എന്ന ആരോപണം നടത്തുന്നു എന്ന് രാഷ്ട്രീയ രംഗത്ത് ആരോപിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.